Hi my dear viewers, ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്ന് നമുക്ക് കുറച്ച് 3 പവൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള മാലകൾ പരിചയപ്പെട്ടാലോ. നല്ല ക്യൂട്ടായിട്ട് ഇപ്പോൾ നമുക്ക് താലിമാലക്കാണെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് മാലകളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഡിസൈൻസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം നല്ല ക്യൂട്ടായിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതൊക്കെ ആണെങ്കിലും താലിമാല ഇട്ടിട്ടാ, പ്രത്യേകിച്ച് താലിമാല അഥവാ മഹർമാലയൊക്കെ ഇട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നമുക്ക് കുറേ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം. നമുക്ക് ഷോപ്പിൽ വന്നിട്ടാണെങ്കിലും ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഓരോന്നും ഡെമ്മയിലിട്ട് കാണിച്ചു തരാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് പരിചയപ്പെട്ടാലോ. നമുക്ക് ഈ ആഴ്ച നമ്മൾ തിരുവനന്തപുരം വരെ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയ്ക്കുള്ളവരാണെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പർച്ചേസ് ചെയ്യുക, വിളിക്കുക. അതിൻ്റെ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെയ്താൽ മതി. ഫസ്റ്റ് നമുക്ക് മുല്ല ചെയിനിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെയിനാണ് നമ്മുടെ മുല്ല ചെയിൻ. നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 1,18,400 കേട്ടോ വരുന്നത് മുല്ല ചെയിൻ. മുല്ല ചെയിൻ എന്നല്ല, 3 പവൻ്റെ എന്തെടുത്താലും കണ്ടോ നല്ല ക്യൂട്ടായിട്ട് വരുന്നതാണ്. കുറേ പേര് ഇപ്പം മുല്ല ചെയിനാണ് ചൂസ് ചെയ്യുന്നത്. താലിമാലക്കൊക്കെ ആണെങ്കിലും 2 പവൻ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് 8 പിടിയിൽ 2 പവൻ തൊട്ട് സ്റ്റാർട്ടിങ് വരും. കണ്ടല്ലോ. നമ്മൾ നോർമലി ആദ്യം തന്നെ പറയണമെന്ന് ഓർത്താണ്. നോർമലി നമ്മൾ 8 പിടിയാണ് എടുത്ത് വെക്കണത്. ഇൻ കേസ് ആർക്കെങ്കിലും 10 പിടി 9 പിടിയൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഒരു ദിവസം തന്നെ. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ 8 പിടിയാണ് എപ്പോഴും നല്ല സ്യൂട്ടബിൾ ആയിട്ട് കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒന്നുകൂടി ഇറങ്ങും എന്തായാലും. പിന്നെ നമുക്ക് നീളം കൂടുന്നതോറും അത് ഉടക്കി പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും 8 പിടി ആകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കഴുത്തുവഴി എന്തായാലും കയറും. കൊളുത്ത് ഊരണ്ട, തലവഴി ഇടുകയും ഊരുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് 8 പിടിയാണ് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. കണ്ടോ, ദേ ജസ്റ്റ് ഡിസൈൻ കാണാൻ വേണ്ടി നമ്മുടെ ഒരു കാലിവിടെയുണ്ട്. കാലിലും കൂടെ ഞാനൊന്ന് ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. ഡിസൈൻ മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ, കറക്റ്റായിട്ടപ്പോൾ മനസ്സിലാകും. അതിന് വേണ്ടിയും കൂടിയാണ്. നല്ലൊരു അല്ലേ മുല്ല ഇങ്ങനെ കോർത്ത് വെച്ചേക്കണ പോലെ ഒരു പേര് അല്ലേ, മുല്ലപ്പൂ നമ്മൾ കോർത്ത് വെക്കണം. അതുകൊണ്ടായിരിക്കും കേട്ടോ മുല്ല ചെയിൻ അതിന് പേര് വന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ചെയിനാണിത്. ഓക്കെ, ഇനി ഇത് മാറ്റാം. പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു മുല്ല ചെയിനൊക്കെ നമുക്ക് പാദസരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പാദസരമായിട്ട് യൂസ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാം. നമുക്ക് അങ്ങനെ നമ്മൾ എടുത്തു വെക്കുന്നില്ല, എന്നാലും നമുക്ക് യൂസ് ചെയ്യാം. കുറേ പേർക്ക് ഇഷ്ടം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലേ. അടുത്തത് നമുക്ക് സവിധം കട്ട പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സവിധം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലിപ്പിങ് പോലെ ഫുള്ളും വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കട്ടകളായിട്ട് വരുന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് സവിധം കട്ട എന്നാണ്. അത്യാവശ്യം നല്ല മോഡൽസിലാണ്. നല്ലൊരു 3 പവൻ 4 പവനൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി രീതി, നല്ല അടിപൊളി പൊലിമയിൽ തന്നെ നിൽക്കും. നമുക്ക് 1 പവൻ തൊട്ട് ഈ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും 8 പിടിയിൽ. ഞാൻ ജസ്റ്റ് നമ്മുടെ ഇതിലും കൂടെ നമ്മുടെ കാലിലും കൂടെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല ഇങ്ങനെ കട്ടകൾ പോലെ വന്നിട്ടാണ് ആ ഇടക്കിടക്ക് നീളം കട്ടകൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇത് ഞാൻ ഓരോന്നും ഇങ്ങനെ കാലിലിട്ട് കാണിക്കണതിന് ഒരു ഇതും കൂടെ ഉണ്ട്. എന്താണെന്നറിയാവോ, നമ്മളിപ്പോൾ എല്ലാം തന്നെ നമുക്ക് പാദസരങ്ങളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചില ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ഉണ്ടെങ്കിൽ നമുക്കത് പാദസരമായിട്ടാണെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ കാലിലും കൂടെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നെക്കിലും കാലിലും കൂടെ വെച്ച് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് മാറ്റാം. അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ലോട്ടസ് നല്ല സൂപ്പർ ചെയിനാണ് കേട്ടോ. നമുക്ക് ഭയങ്കര പൊലിമയുള്ള ചെയിനായത് ലോട്ടസ്. നല്ല അടിപൊളി, ഇട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇപ്പോൾ ജെൻസിനാണെങ്കിൽ ഇതേപോലത്തെ ചെയിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ലോട്ടസ് നല്ല സൂപ്പറായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ചെയിനാണിത്. കാരണം നല്ല പൊള്ളപ്പണിയാണ്, നല്ല പൊലിമയുള്ള പണിയാണ് എന്നാണ് അതിൻ്റെ വ്യത്യാസം. നമുക്ക് ഡോണും അതൊക്കെ പോലെ തന്നെ ലോട്ടസും നമുക്ക് പൊലിമയുള്ള പണിയിൽ വരുന്നതാണ്. ഒരു 3 പവനൊക്കെ കണ്ടാൽ നമുക്കൊരു 5 പവൻ 6 പവൻ്റെ പൊലിമ തോന്നുന്നുണ്ട് അല്ലേ. കണ്ടല്ലോ, നല്ല പരന്നിട്ട് തന്നെ കേട്ടോ. പരന്നിട്ട് തന്നെ വന്നിട്ട് നടുക്കൊരു SS പോലെ ഒരു ചെറുതായിട്ടൊരു S പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഡിസൈനാണ് ഫുള്ളും പോയേക്കുന്നത്. ഓക്കെ, അതും നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് കാലിലൊന്ന് ഇട്ട് നോക്കാം. കണ്ടോ,
ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം മാറ്റി അടുത്തത് നമുക്ക് ഡോൺ ചെയിൻ പോവാം. ഡോൺ ചെയിൻ അധികം താലിമാലയിട്ട് ആരും കൊണ്ടുപോകാറില്ല. എല്ലാവരും ജെൻസാണ് കൂടുതലും എടുക്കണം. താലിമാലയിട്ട് ആരും താലിമാല എന്ന് വെച്ചാൽ താലിമാല ഞാൻ ഉദ്ദേശിച്ചത് കല്യാണത്തിൻ്റെ അന്ന് അധികം ആരും കൊണ്ടുപോകാറില്ല. ജെൻസ് കൂടുതൽ ഉപയോഗിക്കും. പിന്നെ കല്യാണത്തിന് ശേഷമൊക്കെ ആണെങ്കിലും ലേഡീസ് ഉപയോഗിക്കുന്നുണ്ട്. താലിമാലയിട്ട് കമ്പയർ ചെയ്താൽ അധികം ആൾക്കാർ കൊണ്ടുപോയില്ല. കണ്ടല്ലോ, നല്ല പരന്നിട്ട് നല്ല പൊലിമയിൽ തന്നെ വരുന്നതാണ്. നമുക്ക് ഇങ്ങനെ വട്ടം 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 ഫുൾ ചങ്ങല പോലെ വരുന്നതാണ്. അത്യാവശ്യം നല്ല ഒരു രീതിയിൽ വരുന്നതാണ്. ഇപ്പോൾ ജെൻസിനൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഓമൊക്കെ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കാലിലും കൂടി ഇടുമ്പോൾ നോക്കിക്കോ, കണ്ടോ, കാലിലിട്ടാലും നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല പൊലിമ കിടക്കണോണ്ട് നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ബോളൂരിക്കട്ടയാണ്. ബോളൂരിക്കട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ബോളൂരിയിലെ ബോൾസ് ഉള്ളിൽ ഫുള്ളും പോയിട്ട് കമ്പിക്കെട്ടാണ് പുറത്ത് വന്നേക്കുന്നത്. അപ്പോൾ ബോളൂരി അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കട്ടകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ബോളൂരിക്കട്ട. കണ്ടോ, ഇതൊന്നും നമുക്ക് താലിമാലയിട്ട് തന്നെ എല്ലാവരും കല്യാണങ്ങൾക്കും അല്ലാതെ ആണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു മോഡൽസൊക്കെ. ഓക്കെ, ഇതും ജസ്റ്റ് കാലിടാം. കണ്ടോ, നല്ലൊരു ഭംഗിയിൽ വരുന്നുണ്ട് അല്ലേ. ഇനി അടുത്തതിലേക്ക് പോയാലോ. അടുത്തത് സ്ലീവ്. താലിമാലയിലും കൊണ്ടുപോകുന്ന കുറേ നമ്പർ 1 ഒരു അടിപൊളി മോഡൽസ് ആണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. സ്ലീവ്, മുല്ല, ലോട്ടസ് പറഞ്ഞു വരുമ്പോൾ എല്ലാ ഡിസൈനും നല്ലതാണ് കേട്ടോ. നമ്മൾ കുറേ പേര് ചൂസ് ചെയ്യും സ്ലീഫൊക്കെ. കാരണം നല്ലൊരു ഭംഗിയാണ്. ഫുൾ ഇങ്ങനെ എസ് പോലെ നിൽക്കും. ഒരു ലീഫ്, ആ ഒരു എസ്സിലും ഓരോരോ ലീഫ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടായിരിക്കും നമുക്ക് സ്ലീഫ് എന്ന് പേര് പറയുന്നത്. ഇപ്പോൾ എല്ലായിടത്തും സ്ലീഫ് എന്ന് തന്നെ ഇതിന് പറയുന്നത്. നല്ലൊരു ഡിസൈനിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ ബോംബെ ചെയിൻ പോലെയൊന്നും അത്രയും ഫ്ലെക്സിബിൾ അല്ല. അതേ ഉള്ളൂ ഒരു വ്യത്യാസം. കണ്ടോ, ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത നമ്മുടെ ബോളൂരി. നമ്മൾ നേരത്തെ ബോളൂരി കട്ട കണ്ടില്ലേ, ഇടക്കിടക്ക് ഇതിൻ്റെ ഇടക്കിടക്ക് കട്ടകൾ വന്നിട്ടുള്ളത്. ഇതിൽ കട്ടകളൊന്നുമില്ല, ചുമ്മാ ബോളൂരി മാത്രമായിട്ട് ഫുള്ളും പോയേക്കുന്ന, കട്ടകളില്ലാതെ പോയേക്കുന്ന. അപ്പോൾ അതിൻ്റെ പേര് ബോളൂരി. ഓക്കെ, ഉള്ളിൽ ഫുൾ ബോൾസ് ആണ്. ബോൾസ് എല്ലാം കൂടെ കവർ ചെയ്ത് കമ്പിക്കെട്ട് പോലെ ഫുള്ളും അതിനെ ഒരു കവർ പോലെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെ പേര് ബോളൂരി. ഓക്കെ, നമുക്ക് കല്ലിടാം. കണ്ടല്ലോ, ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കണ്ടോ, കാശി ഡബിൾ മണിമാലയിൽ കാശി വരുന്ന മോഡലാണ്. അടിപൊളിയായിട്ടോ. എല്ലാവർക്കും ഇപ്പോൾ പുതിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാവരും പണ്ടോട്ട് ഇടുന്ന മോഡലാണ്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ നക്ഷത്രയിൽ 1.5 പവൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇത് 1.5 പവൻ മോഡൽ. നിങ്ങൾക്ക് അതിശയമായിരിക്കുമല്ലേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ. അത്യാവശ്യം നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈനാണിത്. ഉണ്ടോ, ഇതിനകത്ത് ലക്ഷ്മി ദേവിയുടെ ആ ഒരു കോയിനിൽ അത് വെക്കും. ബാക്ക് പോർഷനിൽ നമ്മൾ ആ നമ്മുടെ കോയിൻ ആ തലയിലേ അതേപോലെ നമുക്ക് വരുള്ളൂ. ഇതിൽ കാലിടേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മൾ എന്തായാലും ലെഗ് ചെയിൻ പോലെയൊന്നും നമ്മൾ ചൂസ് ചെയ്യൂല. ഇനി അടുത്ത നമ്മുടെ സീലോ ഏറ്റവും സൂപ്പർ ചെയിനാണ് കേട്ടോ. ഉരുണ്ടിരിക്കണം, നമ്മുടെ സുന്ദരി ചെയിനൊക്കെ പോലെ തന്നെ നല്ല ഉരുണ്ടിരിക്കുന്ന ചെയിനാണ്. കുറേ പേര് ചൂസ് ചെയ്യും. പിന്നെ അധികം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുല്ല, ലോട്ടസ് അതുമായിട്ടൊന്നും അധികം പൊലിമ വരില്ല. പക്ഷെ എന്നാലും ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ പക്കായാണ്. നല്ല വെച്ചാൽ ഫുൾ അതിൻ്റെ ഓരോ ബോൾസും നോക്കി നല്ല ക്ലിപ്പിങ്ങായിട്ട് ഫുള്ളും പോയേക്കുന്നത്. അപ്പോൾ അത്രയും ലാസ്റ്റിങ് ഉണ്ടാകും കാണാൻ. നല്ലൊരു പ്രത്യേക ഒരു ഡിസൈൻ. അതിൻ്റെ ഇടയ്ക്ക് കട്ട വരുന്ന മോഡൽസ് ഉണ്ട്. അത് നമുക്ക് പിന്നെ കാണാം. ഞാൻ കാണിച്ചു തരാം. ഇതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കാലിലിട്ടേക്കാം. ഇതും കുറേ പേർക്കൊക്കെ ഇഷ്ടമുണ്ടോ കാലിലിടാൻ ഇത്. കാരണം ഇത് 2 പോലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഓക്കെ,
ഇനി അടുത്ത ഡിസൈൻ സവിതം. നമ്മളിടക്ക് സവിതം കട്ട കണ്ടു, ഇടക്കിടക്ക് കട്ടകൾ പോലെ ഈ ചതുരത്തിൻ്റെ ഇടക്ക്. പക്ഷേ ഇത് ഇടക്ക് കട്ടകളൊന്നുമില്ലാതെ ജസ്റ്റ് സവിതം മാത്രം ഇട്ട്, ആ ഒരു ഇത് മാത്രം ഇട്ട് വരുന്നതാണ് സവിതം. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. താലിമാലയൊക്കെ ഇട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസാണിത്. ഇതും 1 പവൻ തൊട്ടാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് പാസ്വേഡ് യൂസ് ചെയ്യില്ല, എന്നാലും നിങ്ങൾക്ക് ആ ഒരു മോഡൽ, ആ ഒരു ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത്. ഇനി അടുത്തത് വി ചെയിൻ. അധികം പൊലിമ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതേപോലെ വി ചെയിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അത്യാവശ്യം കട്ടിപ്പണിയിൽ കിടക്കുന്നതാണ് ഇതും കുറേ പേര് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ, അധികം പൊലിമ വേണ്ട എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ കാലിലിട്ടാൽ നല്ല ക്യൂട്ടായിരിക്കും. ഓക്കെ, അടുത്തത് സീലോ കട്ട. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ സീലോ, അതിൻ്റെ കട്ടകൾ ഇടക്കിടക്ക് ഉരുണ്ട രീതിയിൽ തന്നെ ഇടക്കിടക്ക് കട്ടകൾ വരുന്നതാണ് സീലോ കട്ട. കണ്ടല്ലോ, ഇത് നമുക്ക് കാലിലൊന്ന് വെച്ച് നോക്കാം. കണ്ടോ? ഓക്കെ, അടുത്തത് ഹൈവേ ചെയിൻ, ഗ്ലേസിങ് ആൻഡ് ഫ്ലെക്സിബിൾ ചെയിൻ. ഇട്ടാൽ നല്ല ഇങ്ങനെ തളർന്ന് നമ്മുടെ ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന രീതിയിലുള്ള നല്ലൊരു മോഡൽസിൽ വരുന്നതാണ്. ഇത് എന്തായാലും പാദസരം ഇട്ട് കൊണ്ടുപോകും കേട്ടോ. ഞാൻ പാദസരത്തിൻ്റെ മാത്രമുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പരന്ന് കിടന്നിട്ട് നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് വരുന്നതുകൊണ്ട് എന്തായാലും പാദസര ചെയിനിൽ നമ്മൾ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് ഈ ഒരു ഹൈവേ ചെയിൻ. അടുത്തത് ഹൈവേ ചെയിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ബോംബെ ചെയിനും കൂടെ പരിചയപ്പെടുത്താം. കണ്ടോ, ബോംബെ ചെയിൻ നോക്കിക്കേ, അത്യാവശ്യം നല്ല പൊലിമയിൽ തന്നെ അല്ലേ. 3 പവൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല പൊലിമയിലാണ് വരുന്നത്. കണ്ടോ, നല്ല പരന്നിട്ട്. ഇതെന്തായാലും ബോക്സ് ചെയിൻ, നമ്മുടെ ഈ ഒരു പാദസര ചെയിനിൽ എല്ലാവർക്കും അറിയാമല്ലോ, പണ്ട് തൊട്ടേ കൊണ്ടുപോകണമാണ് പാദസര ചെയിനായിട്ട്. അപ്പോൾ നമുക്ക് ഇതും നല്ല സ്യൂട്ടായിരിക്കും, നല്ല ഭംഗിയിൽ വരുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് കാലിലൊന്നിടാം. ദേ കണ്ടോ. അടുത്തത് നമുക്ക് നമ്മുടെ റെയിൽ ചെയിൻ അഥവാ ബോയ്സ്. കണ്ടോ, ബോയ്സ് ചെയിൻ നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ട് 2 പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് മുല്ല ചെയിൻ പോലെ തന്നെ ഒരേപോലെ തന്നെ എല്ലാവർക്കും ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന ചെയിനാണിത്. നമുക്ക് ബോയ്സ് ചെയിൻ കണ്ടോ. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ പോകുമ്പോഴേ എക്സ്ചേഞ്ച് ചെയ്താണെങ്കിലും നമുക്ക് മാറിയെടുക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ഇതും കുറേ പേര് പാദസര ചെയിനിലായിട്ട് പാദസരത്തിന് കൊണ്ടുപോകാറുണ്ട്. കണ്ടോ, ഡിസൈൻ നോക്കിക്കോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാം, നല്ലൊരു മോഡലാണ്. ഓക്കെ, ഇനി നമ്മുടെ പരസ്പരം ഇല്ലാത്ത കളികളല്ലേ. 2 ഗ്രാം മുതൽ തുടങ്ങിയിട്ട് എത്ര വെയിറ്റിൽ വരെയാണെങ്കിലും നമുക്ക് പരസ്പരം ചെയിൻ ചെയ്യാം. അത്രയും ഭംഗിയായിട്ടാണ് നമുക്ക് പരസ്പരം ചെയ്യുന്നിരിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാവും. തലിമാലൊക്കെ അധികം കൊണ്ടുപോകില്ല, എന്നാലും അതിന് ശേഷമൊക്കെ ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള മോഡൽസാണ് ഇത്. ഈ ഒരു നമുക്കൊരു 3 പവനിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല പെർഫെക്ഷനിൽ സൂപ്പറായിട്ട് വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് റയറായിട്ട് നമുക്ക് ഇതിനൊന്നും നമുക്ക് ലോക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത ഡിസൈൻ. ഇത് നമുക്ക് പാദസരത്തിലിട്ട് കാണിച്ചില്ല, അതാണ് ഏറ്റവും മെയിനായിട്ട്. പാദസരമായിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നതാണ് ഇത്. എത്ര വെയിറ്റ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു ചെയിൻ. നമുക്ക് 1/2 പവൻ തൊട്ടൊക്കെ ആണെങ്കിൽ 1/2 പവൻ 3/4 പവനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അടുത്ത നോക്കിക്കേ, പൂക്കുലക്കണ്ണി അല്ലേ, നല്ലൊരു മോഡലിൽ നമുക്ക് വരുന്നതാണ്. പൂക്കുലക്കണ്ണി ചെയിനാണിത്. നല്ല ഭംഗിയിൽ നല്ലൊരു ലാസ്റ്റിങ് ചെയ്ത് നല്ലൊരു ഡിസൈനിൽ വരുന്നതാ. കണ്ടോ, നല്ലൊരു മോഡലല്ലേ, കാണാൻ നല്ല ക്യൂട്ടായിരിക്കും.
ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കാലിൽ ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു നമ്മൾ നേരത്തെ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇത്തിരി പ്രായമുള്ളവർക്കാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ഒരേപോലെ കൊണ്ടുപോകുന്നതാണ്. അടുത്ത നോക്കിക്കേ, നമ്മുടെ സച്ചിൻ ചെയിൻ ആണ്. എല്ലാവർക്കും അറിയാലോ സച്ചിൻ ചെയിൻ്റെ കാര്യം, പണ്ട് തൊട്ടേ എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് പേരൊക്കെ സച്ചിൻ ചെയിനൊക്കെ വിട്ട് കളിച്ച് ഇവർ ഡോൺ ആ ഒരു മോഡലിലൊക്കെ ആയി. കാരണം അത്രയും ഒരു ഭംഗിയിൽ എല്ലാവർക്കും ഇഷ്ടം. ആണുങ്ങൾ കൂടുതലും ജെൻസ് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു സച്ചിൻ ചെയിനൊക്കെ. സച്ചിൻ ചെയിന് പാദസരമായിട്ട് ഇടൽ കുറവാണ് കേട്ടോ, കണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ പാദസരവും കൂടെ ജസ്റ്റ് നോക്കാം. ഇഷ്ടപ്പെടുന്നവർ, നമുക്ക് എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ. ഓക്കെ, ഇനി അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ചെയിനാണ് ഗാംഗുലി ചെയിൻ. നല്ല കട്ട ഗാംഗുലിയിൽ വരുന്നതാണ് കേട്ടോ. പൊലിമ ഉള്ളതുകൊണ്ട് കട്ട മോഡലിലും ഉണ്ട്. ഇത് നല്ല കട്ടിപ്പണിയിൽ നല്ല ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തായാലും ഇത് ലാസ്റ്റ് ചെയ്യും. നമുക്ക് 3 പവൻ തൊട്ട് 8 പിടിയിൽ അവൈലബിൾ ആയിരിക്കും ഈ ഒരു ചെയിനൊക്കെ. ഇത് പാദസര ചെയിനാണ്. എന്തായാലും പാദസരത്തിന് പക്ക സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ചെയിനാണ്. നോക്കിക്കോ, കണ്ടോ. ഞാൻ ഒരുപാട് ആ ഒരു വീഡിയോയിൽ, പാദസരത്തിൻ്റെ വീഡിയോയിൽ ഇത് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് നമ്മൾ വെക്കുമ്പോഴത്തേക്കും കാലിലും കൂടി ഇട്ട് കാണിക്കാമല്ലോ എന്നോർത്താണ് അതിലും കൂടി ഇട്ട് കാണിക്കുന്നത്. ഇനി ഒരു ചെയിനും കൂടി ഉണ്ട്, നമ്മുടെ സുന്ദരി ചെയിൻ. ഉരുണ്ടിട്ടുള്ള നല്ലൊരു ഡിസൈനിൽ വരുന്നതാണ്. നല്ല ഉരുണ്ട ഡിസൈനിൽ, നമ്മൾ വി ചെയിനും പൂക്കുലക്കണ്ണിയും പോലെയല്ല, വേറൊരു വ്യത്യാസത്തിൽ തന്നെ. എന്നാൽ പൊലിമ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ നമ്മുടെ സുന്ദരി ചെയിനൊക്കെ അവൈലബിൾ ആണ്, കണ്ടല്ലോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് സ്കീമുണ്ട് നമ്മുടെ ഷോപ്പിൽ. നമ്മുടെ 7 ബ്രാഞ്ചിലും നമുക്ക് ഷോപ്പിൽ വരുമ്പോഴത്തേക്കും ആണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്കീമിൽ ചേരാം. ഇനിയിപ്പോൾ അതുമല്ല, നിങ്ങൾക്ക് ഓൺലൈനിലാണെങ്കിലും നമുക്ക് ചേരാവുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ 3 വണ്ട നല്ല അടിപൊളിയായിട്ടുള്ള, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും നമുക്ക് താലിമാലയൊക്കെ ഇട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ നമ്മളിപ്പോൾ മാലകളാണ് കണ്ടത്. പിന്നെ നമുക്ക് സ്കീമുണ്ട്, NRIക്കാർക്കും നമുക്ക് ഇവിടെ ഉള്ളവർക്കും പ്രത്യേകം സ്കീമാണ്. നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിലിന് വേണ്ടി 9846218916 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. സ്കീമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ഷോപ്പ് എവിടെ നിന്നൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ആലുവ പെരുമ്പാവൂരൊക്കെ നക്ഷത്ര എന്നുള്ള പേരിലൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു ക്യൂട്ട് വീഡിയോ ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.